പാലക്കാടേക്ക് പോകുന്നു. ഗോകുൽ VS ഉണ്ട് അവിടെ. ഗോകുൽ, ഗുഡ് മോർണിംഗ്. പാലക്കാട് എന്തുകൊണ്ടും ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നമുക്കറിയാം. അതിന് ശ്രദ്ധയാണോ കുപ്രസിദ്ധിയാണോ എന്നതിൽ ഒരു തർക്കം നിലനിൽക്കുന്നു എന്ന് മാത്രം. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ? സാധ്യതയുണ്ടോ? അതായത് അവസാനമായി രാഹുലുമായി ബന്ധപ്പെടുന്ന പല കേന്ദ്രങ്ങളോടും ചോദിക്കുമ്പോൾ രാഹുൽ ഇന്നെത്താൻ സാധ്യത കുറവാണെന്നുള്ള പ്രതികരണമാണ് ലഭിച്ചത്. ആദ്യഘട്ടങ്ങളിലൊക്കെ രാഹുൽ എന്തായാലും എത്തും എന്നുള്ള പ്രതികരണങ്ങളായിരുന്നു രാഹുലുമായി അടുത്ത് നിൽക്കുന്നവർ നമ്മൾക്ക് നൽകിയത്. പക്ഷേ നിലവിൽ അങ്ങനെയല്ല, രാഹുൽ എത്താനുള്ള സാധ്യത കുറവാണെന്നുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നു. കാരണം ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ഏതായാലും രാഹുലും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ വരികയാണെങ്കിൽ ചർച്ച മറ്റൊരു വഴിക്ക് നീങ്ങും. നിലവിൽ നിയമപരമായ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ഭീഷണിയൊന്നും തന്നെ രാഹുലിനില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അതൊരു ചർച്ചാ വിഷയമാക്കി വീണ്ടും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ രാഹുലും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി ഒരു 5 മണിക്കൊക്കെ ശേഷം ഒരുപക്ഷെ രാഹുൽ വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ അത് വോട്ടിങ്ങിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചു എന്നൊന്നും തന്നെ പറയാൻ കഴിയില്ല. അപ്പോൾ ആ രീതിയിലും ഉള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് പല സ്ഥലങ്ങളിലും വോട്ടിംഗ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നമുക്ക് വോട്ടർമാരുടെ നിര കാണാം. ഇത്തരത്തിൽ പലരും വോട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. എന്താണ് വോട്ട് ചെയ്തോ? വോട്ട് നേരത്തെ എത്തിയ എല്ലാ തവണ ഇത്ര നേരത്തെ തന്നെ ഒന്ന് വോട്ട് ചെയ്യാറുണ്ടോ? നേരത്തെ വന്ന് ചെയ്യാറുണ്ട്. അതാണ് സൗകര്യം. അതെ, തിരക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ വന്ന് പോവാ. വോട്ട് ചെയ്തോ? എവിടെയാ സ്ഥലം? എവിടെയാ? ഇവിടെ സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത്. നേരത്തെ എത്തിയല്ലേ? അപ്പൊ ഇത്തരത്തിൽ പല ആളുകളും നേരത്തെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള തിരക്കിലാണ്. കാരണം പാലക്കാട്ടെ ചൂടൊക്കെ മോത്തിക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. കാരണം ഇപ്പോൾ തന്നെ ഒരു ഉച്ചയാകുമ്പോഴേക്കൊക്കെ തന്നെ നല്ല ചൂട് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വന്ന് വോട്ട് ചെയ്യാനായിട്ട് തന്നെ പലരും എത്തിയിട്ടുണ്ട്. 3% വോട്ടിംഗ് ഈ ഒരു ആദ്യ മണിക്കൂറിൽ, പോളിംഗിന്റെ ആദ്യ മണിക്കൂറിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ് PRDയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ ചില ബൂത്തുകളിൽ ഇത്തരത്തിൽ വോട്ടിംഗ് തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പുതുനഗരം പോലുള്ള ഒരു പുതുനഗര പ്രദേശത്തെ ഒരു ബൂത്തിൽ അവിടെ വോട്ട് ചെയ്യാൻ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്.